സിയേടിപ്പണി. ഒന്നുകിൽ ആ പിശാചിന്റെ പേരറിയണം, അല്ലെങ്കിൽ അവൻ ഏത് ഏറിയല്ല താമസിക്കുന്നതെന്ന് അറിയണം. ഇതൊന്നുമില്ലാതെ കഷണ്ടി ഉണ്ട് കുഷണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്ന് അന്വേഷിക്കാൻ? ഈ പണ്ടാരത്തിനാണെങ്കിൽ മുടിഞ്ഞ വേറ്റു. പക്ഷിശാസ്ത്രക്കാരുടെ വേഷത്തിൽ നടന്ന എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കള്ളന്മാര് നേരിട്ട് ഹാജരാവുമെന്ന് നീ അല്ലടാ പറഞ്ഞത്. ഏതായാലും നിന്റെ കുടതന്നാക്കൽ പരിപാടി പോലെ നാറിയില്ല. അന്ന് തടികേടാവാഞ്ഞത് എന്റെ അപ്പനപ്പന്മാരുടെ അനുഗ്രഹം കൊണ്ടാ. CID പണിയാകുമ്പോ ചിലപ്പോ തടി കേടായെന്നിരിക്കും. ഇഷ്ടമില്ലെങ്കിൽ ഈ കുപ്പായം ഊരി വെച്ചിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ. ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ തനിച്ചായിരുന്നെങ്കിൽ ഈ കേസൊക്കെ പുല്ല് പോലെ കണ്ടുപിടിച്ചേനെ. ഒരു കാര്യം ചെയ്യാം, ഇനി അങ്ങോട്ട് നീ നിന്റെ വഴിക്ക് അന്വേഷിച്ചോളൂ, ഞാൻ എന്റെ വഴിക്ക് അന്വേഷിച്ചോളാം. ആയിക്കോട്ടെ, എനിക്കൊരു പരാതിയുമില്ല. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ആ തടിയനെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണ്? റെസ്റ്റോറന്റ് വെച്ച് ആണല്ലോ. നമ്മൾ ഇവിടെ ഇത്രയും അഭ്യാസങ്ങൾ കാണിച്ചു. ആ റെസ്റ്റോറന്റിൽ ഒന്ന് പോയി നോക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടായോ ഇതുവരെ? ഇല്ല. എന്നാ ആ ബുദ്ധി എനിക്കിപ്പോ ഉണ്ടായി. നമ്മൾ എത്രയും പെട്ടെന്ന് ആ റെസ്റ്റോറന്റിലേക്ക് നീങ്ങുന്നു. ഒരു ടാക്സി വിളിക്ക്. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. എടാ, ഇന്ന് വരെ പക്ഷിശാസ്ത്രക്കാര് ടാക്സി സഞ്ചരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. വാ, നമുക്ക് ബസ്സിൽ പോകാം. അതെ, നിങ്ങൾ തന്നെയാ. ഇന്നാളെ രണ്ടുപേരും കൂടെ കൊടാന്നാക്കാനാണെന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്നില്ലേ? അപ്പൊ താടിയും തൊപ്പിയായിരുന്നു. ഇത് കള്ളമീശ കേട്ടോ. എവിടെ? സാർ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല? CIDകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ബസ് സ്റ്റോപ്പിൽ വെച്ച് നാട്ടുകാർ തന്നത് പോരാഞ്ഞ് ഇദ്ദേഹം ഞങ്ങൾക്ക് പെരുമാറി. നോക്കണം സാർ, നോക്കണം സാർ. ഇവർ തമിഴ്നാട്ടിൽ നിന്ന് കേസന്വേഷിക്കാൻ വന്നവരാണ്. 1000 പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു തമിഴ്നാട്. ഐ എം സോറി സാർ. CIDകളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തി ഇവരെയൊക്കെ പിടിച്ച് അകത്തിട്ട് 4 പൊട്ടിക്കണം ആദ്യം. അത് പിന്നെ വീട്ടിൽ വന്നപ്പോ മുസ്ലിം വേഷം, ബസ് സ്റ്റാൻഡിൽ പക്ഷിശാസ്ത്രം. ആരായാലും സംശയിച്ചു പോയില്ലേ സാർ? ഓക്കെ, നിങ്ങൾക്ക് പോവാം. പക്ഷെ ആളുകളെ ദേഹോപദ്രവം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പോണം. സാർ, എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? മുസ്ലിം വേഷം, പക്ഷിശാസ്ത്രം. എന്താ കുഴപ്പം? ഞങ്ങൾ കേസ് തെളിയിച്ചാൽ സ്റ്റേറ്റ് പോലീസിന് ഇഷ്ടമാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. തമിഴ്നാട്ടിൽ കേസില്ലാഞ്ഞിട്ടല്ല, കെഞ്ചിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. വിരോധമുണ്ട്, ഞങ്ങൾ ഉടനെ വിട്ടേക്കണം. എനിക്കൊരു വിരോധമില്ല. കൊലപാതകയുടെ രക്തം പരിശോധിച്ചിട്ട് എന്തായി? ഒരു വിവരം അറിഞ്ഞില്ലല്ലോ. അതൊന്നും വേണ്ടെന്നല്ലേ അന്ന് പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം. ഞങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉടൻ വേണം. ഒരു ഡമ്മി ശരിയാക്കാൻ പോലും വയ്യാത്ത നിങ്ങളെയൊക്കെ. കമോൺ സാർ, എന്റെ ജീപ്പിൽ പോവാം. എന്താ? ജീപ്പിൽ പോവാം. സ്റ്റേറ്റ് പോലീസിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. യെസ്.
കുട നന്നാക്കാൻ പോയപ്പം തല്ലിന്റെ ഒരു ചുറ്റുപാട് ഒത്തു വന്നു എന്നേ ഉള്ളൂ. പക്ഷിശാസ്ത്രത്തിൽ അത് യാഥാർത്ഥ്യമായി പരിണമിച്ചു. ഇനി ഇതുപോലെ നല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. തല്ലിന്റെ ഇടെ ആ തത്തയും കൂടും പോയി. ഇല്ലെങ്കിൽ നിനക്കതൊരു തൊഴിലായന്. നല്ല ചേർച്ചയായിരുന്ന വേഷം. എന്തുവാ നോക്കുന്ന? പെണ്ണായിപ്പോയി, എന്റെ കൈ തരിക്കുന്നു. ആ കുട്ടി അറിഞ്ഞോ നമ്മൾ സിഐഡികളാണെന്ന്? സത്യം അങ്ങ് തുറന്നു പറഞ്ഞ പോരായിരുന്നു, ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. വേഷം മാറി നടക്കുന്ന സിഐഡികളെ ഞാൻ സിനിമയിലേ അതെ. കണ്ടിട്ടുള്ളൂ. ഞങ്ങളിങ്ങനെ പല പല വേഷങ്ങളിൽ നടന്നിട്ടാണ് ഭയങ്കരമായ പല കേസുകളും കണ്ടുപിടിക്കുന്നത്. കുട ചെത്തിയാക്കിയതിൽ ദേഷ്യം തോന്നരുത്. അതായിപ്പോ വലിയ കാര്യം, മനുഷ്യന്റെ എല്ല് വെള്ളായി. സോറി. ഏയ് സാരമില്ല. കുട്ടിയുടെ ബസ് വന്നില്ലേ? ബസ്സൊക്കെ പോയി. എന്തായാലും ഇന്നിന് നേരത്തിനെത്താനൊക്കില്ല, അതുകൊണ്ട് തിരിച്ചു പോവാ. ഓ, എവിടെ വർക്ക് ചെയ്യുന്നു? അങ്ങനെ വലിയ വർക്കൊന്നുമില്ല, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേൾ ആണ്. എന്താ പേര്? ശോഭ. ഞാൻ രാംദാസ്. ആ, ദാസ, നമ്മുടെ ജോലി കേസന്വേഷണമാണ്. യെസ്. എവിടെയാണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പ്? ആകാശത്തില്. ഞങ്ങൾ കേസ് അന്വേഷണത്തിന് പോകുമ്പോ മെയിൻ ഓഫീസേഴ്സിന്റെ കൂടെ കോൺസ്റ്റബിൾ കാണും, കാര്യങ്ങളൊക്കെ നോക്കാൻ. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ പാവത്തിന് കോളേജിൽ പോകാനുള്ള ചുറ്റുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റബിൾ ആയി പോയി. ഉന്തുവണ്ടിയിൽ കായികറി വിൽപ്പനയായിരുന്നു ഇവന് മദ്രാശിയിൽ പണി. അതെ അതെ, ഞാൻ ഓർക്കുന്നു. ഒരു കേസ് അന്വേഷണത്തിന് വേണ്ടി ഒരിക്കൽ എനിക്ക് അങ്ങനെ വേഷം കെട്ടേണ്ടി വന്നു. അല്ലേലും ജാത്യാലുള്ളത് തൂത്താ പോകൂലടാ. മൂപ്പര് വലിയ ചുണ്ടിക്കാനാണെന്ന് തോന്നുന്നു. ഹേയ്, അങ്ങനൊന്നുമില്ല. പുള്ളിക്ക് ഈ ഓഫീസർ കോൺസ്റ്റബിൾ കോംപ്ലക്സ് അങ്ങനെ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു. പിന്നെ കാണാം. ഓക്കെ. CID ആയപ്പോഴെങ്കിലും നിന്റെ സാംസ്കാരിക നിലവാരം സ്വല്പമെങ്കിലും ഉയരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഉന്തുവണ്ടിയുടെ കാര്യം ഇനി ആരോടെങ്കിലും മിണ്ടിയാൽ നിന്റെ മോന്തക്കെട്ട് കുത്തുവെച്ചേരും ഞാൻ. എടാ, നീ PCOM ഫസ്റ്റ് ക്ലാസ് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. മനുഷ്യന്റെ തൊലി ഉരിയ. ഉരിയട്ടടാ, അസൂയത്തുലിയ ഉരിയുന്നത്. എടാ, ഒരു ബികോം ഫസ്റ്റ് ക്ലാസ് നിനക്ക് സ്വപ്നം കാണാൻ പറ്റൂ? എനിക്ക് കിട്ടുന്ന മെഡലിന്റെ പങ്ക് പറ്റാൻ നടക്കുന്ന വിറ്റ് സിഐഡിയിലടാ നീ നീ. പോട കള്ള CID. ഗുഡ് ഈവനിങ്. ആ, മോനെ, നമുക്ക് വീട്ടിൽ പോണ്ടേ? വാ. ശോഭേ, ദാ നീ പറഞ്ഞ CID വരുന്നു. അല്ല, എന്താ പിന്നെ ഈ വഴിക്കൊക്കെ? വരൂ, അകത്തിരിക്കാം. വാ. കരയില്ലേ മോനെ? അന്ന് കുട നന്നാക്കാൻ വന്നപ്പം കുഞ്ഞിനെ കണ്ടില്ല. അപ്പ അവൻ ഡേ കെയറിലായിരുന്നു. പോലീസുകാരെയും മന്ത്രിമാരെയും കളക്ടർമാരെയും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു CID ജീവനോടെ കാണുന്ന ആദ്യമായിട്ടാ. CID ആളുകളൊന്നും ഒരുപാട് തല്ലിയോ? മറ്റേ CID എവിടെ? എനിക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ. സാരമില്ല. അന്ന് ഞങ്ങള് കൊട ചീത്തയാക്കിയില്ലേ, അതിന്റെ പകരമായി ഈ കൊട ഇവിടെ ഇരിക്കട്ടെ. അതൊന്നും വേണ്ട. സാരമില്ല. അതൊരു പഴഞ്ചൻ കൊടയായിരുന്നല്ലേ. ഞാൻ ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം. വേണ്ട. അതെന്താ, ഞങ്ങൾ പാവങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ലെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. മോനോ? ഇതിന് ഒരുപാട് രൂപയായി കാണും. മറ്റേ കൂടെ 3 കൊല്ലം മുമ്പ് രാജേന്ദ്രൻ കൊണ്ടുവന്നതാ. ആരാ രാജേന്ദ്രൻ? ആ, അത് പോട്ടെ. CIDക്ക് എന്ത് ശമ്പളം കിട്ടും? എന്റെ പേര് ദാസൻ, രാമദാസൻ. അങ്ങനെ വിളിച്ചാ മതി. CIDക്കാ ഒരു ഗമ. രാമദാസൻ CIDയുടെ നാടെവിടെയാ? കുറച്ച് വടക്ക. കല്യാണമൊക്കെ കഴിച്ചതാണോ? അല്ല. ആ, എന്നാ ഒരു കാര്യം ഞാൻ പറയാം. ജാതകപ്പൊരുത്തം ഇല്ലാത്ത കല്യാണത്തിന് നിക്കണ്ട. എന്താ നക്ഷത്രം? നക്ഷത്രം ആയില്യം. നിന്റെ മോന്റെ നക്ഷത്രം, നിന്റെ രാജേന്ദ്രന്റെ നക്ഷത്രം. ആയില്യത്തിന്റെ കുഴപ്പമായിരുന്നില്ല. അത്തം കർക്കിടാക്കൂറില്ല രാജേന്ദ്രന്റെ കുഞ്ഞ് പറഞ്ഞത്. ദോഷമാണെന്നറിയായിരുന്നു. കുഞ്ഞ് ജനിച്ച 6 മാസത്തിനകം രാജേന്ദ്രൻ ഞങ്ങളെ വിട്ടുപോയി. അല്ല, അതിപ്പോ എല്ലാം കഴിഞ്ഞില്ലേ? ശോഭ മകന്റെ ഭാര്യയാണല്ലേ? എന്താ അമ്മേ?
പിന്നെ കാണാം. അയ്യോ കാപ്പി കുടിച്ചില്ല. ഡ്യൂട്ടി ഫസ്റ്റ്. ഇന്നലെ രാത്രിയിലും ഞാൻ ശ്രമിച്ചു. വളരെ വളരെ ശ്രദ്ധിച്ചു നീങ്ങിയാലേ കാര്യം നടക്കും. എന്തായാലും ഇറങ്ങി തിരിച്ചു. അതെ അതെ, വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ആരാത്? ഒരു വഴിപോക്കനാ. ഇത് വഴിയല്ലല്ലോ. അതുകൊണ്ടാ തിരിച്ചു പോകുന്നത്. അപ്പൊ ഇന്നലെ രാത്രിയിലും നമ്മളെ തട്ടാൻ അവൻ ശ്രമിച്ചിരുന്നു. അതെ, വളരെ ശ്രദ്ധയോടെ നീങ്ങിയാലേ കാര്യം നടക്കൂ എന്നവൻ പറഞ്ഞു. നമ്മളെ അവന് സ്വല്പം പേടിയുണ്ടെന്നർത്ഥം. വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ലത്രേ. ജയ, നമ്മളും ശരിക്കൊന്ന് തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാണ്. ഏതായാലും ആളിനെ പിടികിട്ടിയല്ലോ. ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. ചരട് വലിക്കുള്ള സമയമായിരിക്കുന്നു. ഇല്ല, രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചില്ല സർ. ഈ പക്ഷിക്ക് ഘ്രാണശക്തി വളരെ വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ ശബ്ദമുണ്ടാക്കാതെ വളരെയേറെ ശ്രദ്ധിച്ചാണ് നീങ്ങിയത്. എന്നിട്ടും പൊടുന്നനവേ പക്ഷി പാട്ട് നിർത്തിക്കളഞ്ഞു. ഇത് ബുൾഫിഞ്ചാണെന്ന് ഉറപ്പാണോ? ബുൾഫിഞ്ചിന്റെ ഗണത്തിൽപ്പെടും. 198 പക്ഷികളെ കേരളത്തിലുള്ളൂ എന്നാണല്ലോ നിഗമനം. അത് തെറ്റാണെന്ന് ഞാൻ തെളിയിക്കും. പല പക്ഷി ഗവേഷകർക്കും അതൊരു കനത്തടിയായിരിക്കും. തീർച്ചയായും. പക്ഷി ഗവേഷണത്തിനായി ഞാൻ എന്റെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് രാത്രിയും പകലും അലയുകയാണ്. എങ്ങനെയെങ്കിലും ഈ കൊല്ലത്ത് സലീം അലി അവാർഡ് വാങ്ങിയാലേ എന്റെ മനസ്സിനൊരു സുഖമുണ്ടാവും. അങ്ങേ അറ്റത്തെ കൂർമ്മ ബുദ്ധി. 50 ആളുകൾ ഒരുമിച്ച് ചെന്നാലും അവരെയൊക്കെ അടിച്ച് തറപറ്റിക്കാൻ കഴിയുന്നത്ര ശരീരശക്തി. എറുമ്പുകളെ ചവിട്ടി അരയ്ക്കുന്ന ലാഘവത്തോടെ മനുഷ്യനെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാക്ഷസൻ. സമൂഹത്തിലെ ഉന്നതന്മാരുമായിട്ടുള്ള ചങ്ങാത്തത്തിലൂടെയും തന്ത്രശാലികളായ അനുയായികളുടെ സഹായത്തോടെയും പോലീസിന്റെ സകല നീക്കങ്ങളും അവൻ നേരത്തെ മനസ്സിലാക്കുന്നു. എങ്കിൽ എത്രയും പെട്ടെന്ന് അയാൾ അറസ്റ്റ് ചെയ്യാം. പാടില്ല. അയാളെ അടിയോടെ പിഴുതെറിയാനാണ് ഞങ്ങളുടെ നീക്കം. പെട്ടെന്ന് പിടിച്ചാൽ അനുയായികളൊക്കെ മുങ്ങിക്കളയും. അറസ്റ്റ് ചെയ്യുക, കുറെ ഇടി കൊടുത്ത് കുറ്റം സമ്മതിപ്പിക്കുക, ഒടുവിൽ തെളിവില്ലാതെ കോടതി അവരെ വെറുതെ വിടുക. ഇതൊക്കെയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ രീതി അതല്ല. ഞങ്ങളുടെ ഒരു പ്രത്യേക രീതിയാണ്. ഞങ്ങൾ പിടിച്ചാൽ പിടിച്ച പോലെ ഇരിക്കും. ഞങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ ബുദ്ധിപൂർവമായിരിക്കും. ഇനി ഞങ്ങൾക്ക് എല്ലാ തയ്യാറെടുപ്പുകളും വേണം. കാറ്, വെടിയുണ്ടകൾ, നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാനുള്ള വയർലെസ് സൗകര്യം. പിന്നെ എത്രയും പെട്ടെന്ന് ഒരു 10,000 രൂപയും. 10,000 രൂപയോ? എന്താ പേടിച്ചു പോയത്? ചിലപ്പോൾ ഒരു കാർ ചേസ്, മറ്റു ചിലപ്പോൾ വില്ലന്മാർ താമസിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഞങ്ങളുടെ താമസം, ഭക്ഷണം. ഇതൊക്കെ കാശില്ലാതെ നടക്കൂ. കേസ് പിടുത്തം വളരെ ചെലവുള്ള ഒരു ഏർപ്പാടാണ്. അപ്പൊ വന്ന് കാശ് ചോദിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. വി ആർ സീരിയസ് ഫ്രം തമിഴ്നാടു. പിന്നെ കാർ എന്ന് പറഞ്ഞാൽ ഒരു ബെൻസ് തന്നെ ആയിക്കോട്ടെ. അല്ലേ സി.ഡി. മിസ്റ്റർ രാംദാസ്? അങ്ങനെ ആയിക്കോട്ടെ സി.ഡി. മിസ്റ്റർ വിജയൻ. മുഖ്യമന്ത്രി പോലും അംബാസഡർ കാറിലാണ് സഞ്ചരിക്കുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ബെൻസ് വേണം. സർ, ജീപ്പ് മാത്രമേ സംഘടിപ്പിക്കാൻ പറ്റൂ. ദയവ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അന്നത്തെ ആ കൊലയാളിയുടെ ബ്ലഡ് ഗ്രൂപ്പ് പരിശോധന ഇതുവരെ കഴിഞ്ഞില്ലേ? റിപ്പോർട്ട് വന്നല്ലോ. AB പോസിറ്റീവ് ആണ്. AB പോസിറ്റീവ്? ഓ, നമ്മുടെ AB പോസിറ്റീവ്. ആ, അപ്പൊ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. സ്വർണം കണ്ടാൽ വിസിലടിക്കുന്ന ഒരു മെഷീനില്ലേ, അതും വേണം. പോലീസ് സേന എപ്പോഴും റെഡിയാക്കിയിരിക്കണം. തോക്കുകളോ മറ്റായുധങ്ങളോ വേണ്ടി വന്നാൽ ഉടൻ സപ്ലൈ ചെയ്യണം. ഞങ്ങളിതാ നീങ്ങുകയാണ്. അവസാനമില്ലാത്തൊരു പോരാട്ടത്തിന് ഞങ്ങളിതാ തയ്യാറായി കഴിഞ്ഞു. കമാൺ. ആ, കുറച്ച് പോലീസ് നായ്ക്കളെ കൂടെ റെഡിയാക്കി നിർത്തിക്കോളൂ. സാർ ഇവിടെ? DYSP ഒന്ന് കാണാൻ ഇറങ്ങിയതാ. കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി പണിയുന്നുണ്ട്. അതിന്റെ തറക്കല്ലിടാൻ അദ്ദേഹത്തെ ക്ഷണിക്കാം എന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ അനാഥ മന്ദിരത്തിന്റെ ചില കാര്യങ്ങളും ഉണ്ട്. മക്കളില്ലാത്ത എനിക്ക് ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളല്ലേ കുട്ടികളെ ആകെ ഉള്ളൊരു ആശ്വാസം. ആ, കേസന്വേഷണമൊക്കെ എതിരായി. ഞങ്ങൾ വളരെ വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒരുത്തിനെയും ഞങ്ങൾ വെറുതെ വിടില്ല. കമാൺ.